എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ബിഗ് ബോസ് ആണ് വിചാരിച്ച സമയത്തിനായാലും പെട്ടെന്ന് ഇറക്കി വിട്ടതാന്ന് തോന്നുന്നു. ഈ നെഗറ്റിവിറ്റി ഇനി ഇവിടെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബിഗ് ബോസ് ഷോയിനെ ബാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്നറിയില്ല. എല്ലാവരെയും ഇന്നലെ അർദ്ധരാത്രി തന്നെ ഇറക്കി വിട്ടു. അതിൻ്റെ ഗുണം ഇപ്പോൾ കാണുന്നുണ്ട്. നല്ല നല്ല ചില മൊമെൻറ്റ്സ്, പോസിറ്റീവായിട്ടുള്ള ചില മൊമെൻറ്റ്സ്, രസകരമായിട്ടുള്ള ചില മൊമെൻറ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലൊരു രസകരമായിട്ടൊരു മൊമെൻ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ലൈവിലിപ്പോൾ നടന്നതാണ്. നമ്മുടെ ഷാനവാസും അനീഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് പറയാണ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് രാത്രിയാണ്. ഷാനവാസ് പറഞ്ഞു ഈ ആദ്യ രാത്രി എന്നൊക്കെ പറഞ്ഞ പോലെ അവസാന രാത്രി. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിമോൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അനിമോളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ട്. അവിടെ കുറേ അധികം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും. ഇപ്പോൾ നെവിനാണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടി ഉള്ളൂ, അത് നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അതെടുത്ത് ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ്. അക്ബറിനെയും നൂറേനെയും കാണുന്നില്ല, അവരെന്തോ കുളിക്കാനോ എന്നിട്ട് പോയേക്കാണ്. അപ്പോൾ അനിമോള് മിൽക്ക് മെയ്ഡ് കൊണ്ടുവന്ന് ഈ അനീഷിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഇവരെ കളിയാക്കാൻ തന്നെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മൂത്ത ചേട്ടന് ഒഴിച്ചു കൊടുക്കുന്ന അനീഷ് അനിമോളിനോട് പറയുന്നുണ്ട് ഇനി. അപ്പോൾ ഷാനവാസിന് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് കലക്കി അവർ കുടിക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിമോള് സ്പൂൺ കൊണ്ടുവന്ന് കൊടുക്കുന്നു അത് കലക്കാനായിട്ട്. അപ്പോൾ ഷാനിമോൾ പോയി കഴിയുമ്പോൾ ഷാനവാസ് പറയും ദേ അനീഷേട്ടന് ദേ സ്പൂൺ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീഷ് ഷാനവാസിനെ ഇങ്ങനെ നോക്കും ദേഷ്യത്തോടു കൂടി. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ ചിരിക്കും, അല്ല ഞാൻ എന്താണ് ചേട്ടൻ്റെ സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് അത് അവർ കുടിക്കുന്നു. അപ്പോൾ ഷാനവാസിന് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഈ മിൽക്ക് മെയ്ഡ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഷാനവാസ് പറഞ്ഞു നീ ഓഞ്ഞൊരു ചായ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആരുണ്ടാക്കിയത്? നിനക്ക് ഞാൻ ജിഞ്ചർ ചായ ഇട്ട് തന്നപ്പോൾ നിനക്ക് അത് നന്നായിരുന്നു. ഈ ചായ ആരാ ഇട്ടത് എന്ന് പറഞ്ഞു. ഈ ചായ നീ മധുരം വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടു. പിന്നെ നിൻ്റെ പ്രിയതമ ആ മിൽക്ക് മെയ്ഡ് കൊണ്ടുവന്നപ്പോഴാണെന്ന് പറഞ്ഞപ്പോൾ അനീഷ് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്, എന്നിട്ട് ചിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എന്തോ ഫ്രണ്ട്സ് പ്രിയതമ അല്ല ഫ്രണ്ട്സ് എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ സ്പൂണിൽ ചായ എടുത്ത് ഇങ്ങനെ ഊതി ഇങ്ങനെ ഒച്ചയുണ്ടാക്കി കുടിച്ചിട്ട് അനീഷ് നോക്കി ചിരിക്കുമ്പോൾ അനീഷ് പറയും ഫ്രണ്ട്സ്. അപ്പോൾ ഷാനവാസ് പറയും ഈ കുടിക്കുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായി, ഇത് സൈലൻ്റായിട്ട് 3G എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് പറയും. അനീഷ് പറയും 3Gയോ? അത് നീ മലയാളത്തിലാക്കി ചോദിച്ചു നോക്ക് 3G. അപ്പോൾ അനീഷ് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്നും കൂടി കുടിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. പ്രകൃതമല്ല എല്ലാവരും ഫ്രണ്ട്സാണ് ഇപ്പോൾ എന്നുള്ള രീതിയിൽ അനീഷിന് ഇപ്പോൾ അനിമോളോട് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അബദ്ധത്തിൽ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷാനവാസ് ഷാനവാസിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഷാനവാസ് അപ്പോഴും ഇങ്ങനെ ഊതി കുടിക്കുകയാണ്. 3G ആയി അനീഷ് 3G ആയി എന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത്. അനിമോളുടെ അടുത്ത് നിന്ന് പ്രപ്പോസ് ചെയ്തു 3G ആയി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. അനീഷ് അറിയാത്തവണ്ണം ഇരിക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് നിനക്ക് മനസ്സിലായിട്ടുണ്ട് 3G എന്ന് മലയാളം എന്താണെന്ന്, എന്നിട്ട് അറിയാത്തവണ്ണം ഇരിക്കുകയാണല്ലോ കള്ളാന്ന് പറയുമ്പോൾ പൊട്ടി വെച്ചിരിക്കുന്നുണ്ട് അനീഷ്. രസകരമായിട്ടുള്ള മൊമെൻറ്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇതൊക്കെ മുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു തർക്കത്തിലേക്ക് വഴിവെക്കാം. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സംസാരം അവിടെ നടക്കുന്നുണ്ട്. ആ നെഗറ്റിവിറ്റി അവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് പതുക്കെ മാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് മാഞ്ഞു എന്ന് പറയുന്നില്ല, എന്നാലും ആ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് അതൊക്കെ മാറ്റി എല്ലാവരും ഒരു റിഫ്രഷ്മെൻറ്റ് മൂഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രസമുണ്ട് ചില കാര്യങ്ങൾ. ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്.